കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് RSP കൊച്ചി മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ KB ജബ്ബാറാണ്. സ്വാഗതം. ദീർഘനാളായി കോൺഗ്രസ് പ്രവർത്തിച്ചതിന് ശേഷമാണല്ലോ RSPയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉപേക്ഷിക്കാൻ കാരണം? കോൺഗ്രസ് ഉപേക്ഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിലുള്ള ഗ്രൂപ്പ് കളിയാണ് ഞാൻ കോൺഗ്രസിന് പോരാനുള്ള കാരണം ഞാൻ ഐക്യകാരനായിരുന്നു. കെ കരുണാകരൻ്റെ കൂടെ TY യൂസഫ് അങ്ങനെ പ്രവർത്തിച്ച് 35 വർഷക്കാലം ഞാൻ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. മണ്ഡലത്തിൽ നിന്ന് ബ്ലോക്കിലേക്ക് ഇതുവരെ ഒരു സ്ഥാനം കിട്ടാത്ത വ്യക്തിയും കൂടെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് RSP ഞങ്ങൾ ഒരു ടീമായിട്ട് RSPയിലേക്ക് വന്നതും RSPയിൽ 4.5 വർഷമായിട്ട് RSPയിൽ തുടർന്നു. ഗ്രൂപ്പിന്റെ അതിപ്രസനം ഭയങ്കരമാണ്. അതാണ് മാറാൻ കാരണം. ഗ്രൂപ്പിന്റെ അതിപ്രസരം മാത്രമായിരുന്നു ഇങ്ങോട്ട് ചേക്കേറാനുള്ള കാരണം? വ്യക്തിബന്ധങ്ങളും പിന്നെ പ്രവർത്തിക്കാൻ കൂടുതൽ ഒരു ഫേസ് RSPയിലാണ്. കാരണം എനിക്ക് UDF കമ്മിറ്റിയിൽ പ്രാധാന്യവും UDFന്റെ എല്ലാ ഇതിലും നല്ല പ്രാതിനിധ്യം കിട്ടുന്നൊരു മേഖലയാണ് RSP. അതുകൊണ്ടാണ്. അതായത് കോൺഗ്രസ് എന്നൊരു വലിയൊരു പാർട്ടിയാണല്ലോ, അതിലൊരു സ്പേസ് കിട്ടുന്നില്ല, മറിച്ച് RSPയിൽ എന്നാ പ്രവർത്തിക്കാനുള്ള സ്പേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക് ഒട്ടനവധി പ്രാതിനിധ്യങ്ങൾ ഈ UDFയിൽ കിട്ടും. മറിച്ച് കോൺഗ്രസിലാണെങ്കിൽ ഇത്രയും പ്രാതിനിധ്യം എനിക്ക് കിട്ടൂല. അതായത് ഒരു 10-30 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടും എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. അതിൽ മനം മടുത്തു. ഒപ്പം താങ്കളൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ മറ്റു ഗ്രൂപ്പുകാരായിട്ട് സഹകരിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നലിലാണ് RSPയിലേക്ക് എത്തുന്നത്. എന്താണ് RSPയുടെ ഒരു രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലല്ല കേരളത്തിൽ തന്നെ ഇടതുപക്ഷം ഒരു ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് RSP. കൊച്ചിയിൽ നേരത്തെ പിന്നെ കൗൺസിലർമാരുണ്ടായിട്ടുണ്ട്. കൊച്ചിയിൽ അന്ന് ആ കാലഘട്ടത്തിൽ പിന്നെ ഇടതുപക്ഷത്തിന്റെ കൂടെയായിരുന്നു. കാമിനി കുഞ്ഞോനാർന്ന് അന്നത്തെ. അങ്ങനെ കുറെ സഖാക്കൾ ഉണ്ടായിട്ടുണ്ട്. RSP കൊച്ചിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലൊരു പേരോട്ടം ഉണ്ട്. RSP ഇപ്പോ UDFന്റെ ഒരു ഭാഗമാണ്. കോൺഗ്രസും UDFന്റെ ഒരു ഭാഗമാണ്. അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെയായിരുന്നു. അന്ന് താലൂക്ക് സഭയിലായാലും എല്ലാ സർക്കാർ കമ്മിറ്റികളിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പ്രാതിനിധ്യം ഇല്ല. നമുക്കൊരു MP മാത്രമേ ഉള്ളൂ. UDFന്റെ എല്ലാ കമ്മിറ്റികളിലും ഞങ്ങൾക്ക് RSPക്ക് കഴിയാവുന്ന പിന്തുണയും അംഗീകാരവും. UDF എന്ന് പറഞ്ഞ മുന്നണി തന്നെയാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് തന്നെ ഇഴചേർന്നപ്പോഴും പ്രവർത്തിക്കേണ്ടി വരുന്നൊരവസ്ഥയല്ലേ? അപ്പൊ അതില് ഞങ്ങളെ ഇതായിട്ട് പോവും, ലെവലായിട്ട് പോവും. കോൺഗ്രസ് നിങ്ങളുടെ നിലപാടുകളൊക്കെ പറയാനുള്ള ഒരു സ്പേസ് UDF ഉണ്ട്. അത് എന്നും എപ്പോഴും. അതിപ്പോ UDF കമ്മിറ്റിയിലാണെങ്കിൽ പോലും ഞാൻ എന്റെ നിലപാടുകൾ ഞാൻ പറയും. അത് വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു വേദി ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്. അന്ന് എനിക്കതില്ല. ഇന്ന് എനിക്ക് ആ പ്ലാറ്റ്ഫോം ഉണ്ട്. എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ പറയാം. കാരണം UDFയിൽ നല്ല ഒന്നിച്ച നമ്മൾ നിൽക്കണമെങ്കിൽ UDFന്റെ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് UDFൽ സാധ്യമാണോ? അതായത് ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ എടുത്താല് ഇപ്പൊ പറഞ്ഞ പോലെ ഗ്രൂപ്പിന്റെ ഒരു അതിപ്രസരമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഘടകകക്ഷികൾ എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെതായ ഈ പറഞ്ഞ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് ഇപ്പൊ നടക്കുന്നൊരു സംഭവമാണോ? നടക്കൂ?
അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് UDF ഒറ്റക്കെട്ടായി ഒറ്റ മുന്നണിയായിട്ടാണ് നിൽക്കണം. പക്ഷെ ഭിന്നതില്ലാതെ ഒറ്റ ഇതിൽ നിൽക്കണമെങ്കിൽ നമുക്കിവിടെ സാധ്യതയുണ്ട്. അത് മുതലെടുത്തുകൊണ്ടിട്ടാണ് പലരും ഇവിടെ ജയിച്ചു പോരുന്നതും. പിന്നെ ഇവിടെ പലരും, അതായത് കൊച്ചി എന്നതൊരു UDF അനുകൂലമായ ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ UDFന്റെ ആ ഇത്തരം പ്രവണതകൾ കൊണ്ട് അത് മറ്റുള്ളവർ മുതലെടുത്തു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാഹചര്യമായതുകൊണ്ടാണ് മറ്റു പാർട്ടികളിൽ മറ്റു മുന്നണികളോട് ജയിച്ചു വരാൻ കാരണമായത് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അത് മുതലെടുക്കുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ 16,000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ് UDFന്റെ അന്ന് ഡൊമിനിക് പ്രസന്റേഷൻ. അതിന്റെ ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ 1080 വോട്ടിനാണ് KJ മാക്സി ജയിക്കുന്നത്. അന്ന് ഈ ഗ്രൂപ്പ് കളികളും മറ്റുള്ള കോൺഗ്രസ്സുകാർ തന്നെ കയറി നിന്നത് കൊണ്ടിട്ട് ജയിച്ച ആ സാധ്യത KJ മാക്സി MLA ഉപയോഗപ്പെടുത്തി. പക്ഷെ അത് മുതലെടുക്കുക എന്നുള്ളതിനേക്കാളും നിങ്ങളുടെ UDFന്റെ അല്ലെങ്കിൽ ഇപ്പൊ ജബ്ബാർക്ക് റെപ്രസെന്റ് ചെയ്യുന്ന മുന്നണിയുടെ കഴിവുകേടല്ലേ കുറച്ചുകൂടി ഇതാക്കി പറഞ്ഞല്ലോ? അത് മുതലെടുക്കുക ഉദ്ദേശിക്കുന്ന പറയാൻ പറ്റില്ല. കാരണം പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നല്ല പാർട്ടിയാണ്. ആ മുന്നണിക്കകത്തുള്ള ആൾക്കാര് അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള കോൺഗ്രസിന്റെ ആ പാർട്ടിയിലുള്ള ആൾക്കാര് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആരും മുതലെടുക്കാനോ ശ്രമിക്കുവാനോ വരൂല. ഇവിടെ ആരും ജയിക്കുകയില്ല. കോൺഗ്രസിന്റെ മണ്ഡലമായിട്ട് തന്നെ നിലകൊള്ളു. കൊച്ചിൻ കോർപ്പറേഷൻ പോലെയുള്ള അതുപോലും പോയത് ഇവിടുത്തെ കളിയുടെ ഭാഗമായിട്ടാണ്. UDF 10 വർഷം ഭരിച്ചതാണ്. ഇപ്പൊ കോൺഗ്രസിന് പുറത്ത് വന്നിട്ടും ജബ്ബാർക്ക് പറയുന്നത് കോൺഗ്രസ് നല്ലൊരു പാർട്ടിയാണ്. പക്ഷെ ഇത്രയും ഗ്രൂപ്പ് അതിപ്രസരങ്ങളും അതായത് അണികളെ പോലെ ചേർത്ത് നിർത്താൻ പറ്റാണ്ട് പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നല്ലൊരു പാർട്ടിയാണ്? പാർട്ടി നല്ലതാണ്. പാർട്ടിയിലുള്ള ആളുകൾ ചേരുന്നതല്ലേ പാർട്ടി? ആൾക്കാര്, അതായത് വ്യക്തി ബന്ധങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നിന്നുകൊണ്ടിട്ട് ഈ കളി കളിക്കുന്നത്. കാരണം കൊച്ചിയെ പോലെയുള്ള ഒരു, അതായത് പാർട്ടിയെ സ്നേഹിക്കാതെ അവനവന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയെ ബലി കൊടുക്കുന്ന രീതിയിലേക്ക് വരുന്നു. അത് അംഗീകരിക്കാൻ KB ജബ്ബാറിന് കഴിയില്ല. ഇല്ല, ഞങ്ങളത് ചോദ്യം ചെയ്യും. RSP എന്ന് പറയുന്ന പ്രസ്ഥാനം അതെന്നും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ തൊഴിലാളി ദിനവും May 1 ഞങ്ങൾ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഒട്ടനവധി സാധ്യതകളുണ്ട്. അത് സത്യം പറഞ്ഞാൽ എല്ലാവരും അവഗണിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കൊച്ചിനെ സംബന്ധിച്ച്. കൊച്ചിയെ തന്നെ അവഗണിക്കണേ. കാരണം കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ള സ്ഥലമാണ് കൊച്ചി. ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനുള്ള സ്ഥലമാണ്. സ്കൂളുകളുള്ള സ്ഥലമാണ്. അതുപോലെ ഒട്ടനവധി സർക്കാരിന് സ്ഥലങ്ങളുള്ള, സർക്കാരിന്റെ ടൂറിസ്റ്റ് സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷെ ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. കൊച്ചിനെ സംബന്ധിച്ചിട്ട് വന്ന MLA മാരായാലും MP ആയാലും എറണാകുളമാണ് ഇക്കൊരു ശ്രദ്ധിക്കുന്നത്. കൊച്ചിനെ ശ്രദ്ധിക്കുന്നു, അവഗണിക്കണം. അത് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എന്റെയൊക്കെ ചെറുപ്രായത്തിൽ മട്ടാഞ്ചേരി ബസ് സ്റ്റോപ്പ് ആയിരക്കണക്കിന് ആൾക്കാർ ഉറങ്ങുന്ന സ്ഥലമായിരുന്നത്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് തന്നെ ഉണ്ടായിരുന്നു. ഇന്നവിടെ ആ ബസ് സ്റ്റാൻഡ് പൊളിച്ചു പോയി, കൊല്ലങ്ങളോളമായി അത് പോയിട്ട് അത് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ അവിടെ അത് ടൂറിസ്റ്റ് ബസ്സുകൾക്കും മറ്റുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് ടോള് ആയിക്കൊണ്ട് സ്വകാര്യ വ്യക്തി എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത്രയും സാധ്യതകളെല്ലാം കൊച്ചിനെല്ലാവരും അവഗണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളിലൊന്നും രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഇപ്പൊ UDF അടക്കമുള്ള പാർട്ടികൾ ശ്രദ്ധ ചെലുത്തുന്നില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അത് എല്ലാവർക്കും ബിസിനസ് മൈൻഡായി എന്നുള്ളൊരു ബിസിനസ് മൈൻഡാണ് ഇപ്പൊ രാഷ്ട്രീയം.
ജനത്തിനെ സേവിക്കലല്ല ജനസേവനം എന്നുള്ളത് മാറി മാറി. ബിസിനസ്സായി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ വിശ്വസിക്കുന്നത്. അതിൽ RSPക്ക് എന്ത് ചെയ്യാൻ കഴിയും? RSP ഒരു ചെറിയൊരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് എല്ലാ കമ്മിറ്റികളിലും നമ്മൾക്ക് അത് പറയാനേ പറ്റുള്ളൂ. മറിച്ച് അത് RSP ഒറ്റക്കാണ് നിൽക്കണമെങ്കിൽ ഈ സംവിധാനത്തിൽ ഒറ്റക്ക് നിൽക്കാനും പറ്റൂല. ഒരു മുന്നണിയുടെ കൂടെ അല്ലാതെ വേറൊരു ഇതിലേക്ക് നമുക്ക് പോകാനും പറ്റൂല. നമുക്കുള്ളത് ആ ഒരു MP ആണ് പ്രേമേന്ദ്രൻ. എന്നാലും നമ്മൾ ഓരോ ചലനങ്ങളും നോക്കിക്കൊണ്ട് തന്നെയാണ് മുന്നണിയിൽ നമ്മൾ നിന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ സാധ്യതകൾ എല്ലാ മീറ്റിങ്ങിലും പറയാനേ പറ്റുള്ളൂ. മറ്റുള്ള നിലപാടുകളൊന്നും അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ സന്തുഷ്ടരല്ല. അല്ല, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപരി ജനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ എങ്ങനെ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? RSPയുടെ ഇപ്പൊ ഒരു കൊച്ചി മണ്ഡലത്തിലെ സെക്രട്ടറിയാണ് താങ്കൾ, ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്ത് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇതിന് മുന്നോട്ട് വെക്കുന്നത്? പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക. നമ്മളെ വീട് ക്ലിയർ ആയാൽ മാത്രമേ മറ്റുള്ളവനെ നല്ല രീതിയിൽ സേവിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കുഴി കണ്ടാൽ അത് അടച്ച്, അതാണ് ജനസേവനം എന്ന് പറയുന്നത്. എത്ര പേര് ചെയ്യുന്നുണ്ട്? ആരും ചെയ്യുന്നില്ല. കെ മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, അംസക്ക. അവരൊക്കെ ഓരോ വീട്ടിലെ അംഗസംഘ ഇവരെ അവിടുത്തെ എത്ര പേരുണ്ടോ അറിയാം. ആ വീട്ടിൽ എത്ര പേരുണ്ടോ അവരെ കണക്ക് വരെയും വീട്ടിൽ ചെല്ലും രാവിലെ കറണ്ടിന്റെ ബില്ലടക്കാണ്ട്. ഇന്ന് ആരാണ് അത് ചെയ്യുന്നത്? ഇന്നെല്ലാവർക്കും നിലനിൽപ്പാണ്, എല്ലാ പാർട്ടിക്കും നിലനിൽപ്പാണ്. കൊച്ചിയിൽ തന്നെയല്ല, ഞാൻ കൊച്ചിയിലെ കാര്യം എടുത്തു പറയുന്നത്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കൊച്ചി ആയതുകൊണ്ടിട്ട് ഇപ്പൊ പോർട്ട് കൊച്ചിനെ പോലെയുള്ള എന്താണ് അവിടെ നടക്കുന്നത്? നല്ല ടൂറിസ്റ്റ് സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ എന്താണ്? പട്ടിയും ഒരു വൃത്തിയും മെനയില്ല. അതിലൊക്കെ RSPയുടെ ഒരു നിലപാട് എന്താണ്? അതില് RSP അതില് ഞങ്ങൾ പറയേണ്ടി കൊടുത്തത് പറയുന്നുണ്ട്. ഞങ്ങളെ കൗൺസിലർ അത് പറയാറുണ്ട്. ഞങ്ങളെ നിലപാട് സമരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പം അത് അതിനോടൊന്നും പോയിട്ടില്ല. ഇനി ജനങ്ങൾക്ക് വേണ്ടി ഇനി ഇറങ്ങി തുടങ്ങണം. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്, തെരഞ്ഞെടുപ്പ് ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതില് RSPയുടെ ഒരു പ്രസക്തി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ? തദ്ദേശ ഭരണ ആദ്യം വരുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിയമസഭ, ഇതിലൊക്കെ RSPയുടെ ഒരു RSP കൊച്ചിയില്, എറണാകുളം ജില്ലയില് ഞങ്ങൾക്ക് ഒരു സീറ്റാണ് ഉള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3 സീറ്റ് ആവശ്യപ്പെടും. കൊച്ചിയിലടക്കം ഞങ്ങൾ ആവശ്യപ്പെടും. കാരണം ഞങ്ങൾക്ക് കൊച്ചിയിൽ, എറണാകുളം ജില്ലയിൽ തരാൻ സാധ്യത ഉള്ളൊരു പാർട്ടിയും കൂടി. മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ, ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നത്തെ സാധ്യത നമ്മൾക്കാണ്. എല്ലാ ഗ്രൂപ്പ് 10 ഘടകകക്ഷികളുണ്ട്. അതില് 3ാം സ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ. അപ്പൊ അത്രയും സാധ്യതകളുള്ള നമുക്ക് നമ്മളെ അംഗീകരിക്കാതിരിക്കാൻ അവർക്ക് നിർവാഹമില്ല. നമുക്ക് തന്നെ നമ്മൾ ചോദിക്കും. ചിലപ്പോ 2 സീറ്റായിരിക്കും കിട്ടുന്ന മുന്നണിയാണ് തെരഞ്ഞെടുപ്പിൽ. പിന്നെ കേരളത്തിൽ നമുക്ക് 5 സീറ്റ്, അത് ആ സമയത്തിന് അവസ്ഥ അനുസരിച്ചിട്ട് ആവശ്യപ്പെടും. അത് ഞങ്ങളെ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുമുണ്ട്. സാധ്യതയുള്ള സ്ഥലങ്ങൾ പറയാം, ഞങ്ങൾക്കത് UDF. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ RSPയുടെ പ്രസക്തിയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു 2 സീറ്റ് ലഭിച്ചാൽ, അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരു വിധത്തിൽ മാറ്റം വരുത്താനാകുമെന്നാണോ? തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ ഇറങ്ങിക്കും. അത് എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? അപ്പൊ ഇവിടുത്തെ ജനസേവനം, അതുപോലെ ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖലകൾ, അതിനെ കുറിച്ച് 2 പേര് ജയിച്ചു വന്നുകൊണ്ടിട്ട് ഒന്നും നേടാനൊന്നും പറ്റുന്നില്ല. ഒരാൾ ജയിച്ചിട്ട് പോലും അവരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പോലും
അനുവദിക്കാത്തൊരു സാഹചര്യമാണ്. ഓക്കെ. ഇപ്പൊ നിലവിലൊരാളുണ്ട്. ഒരാളുണ്ട്, സുനിത ഡിക്സൺ. അപ്പം അതാണ് സാധ്യതകൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിനെ സംബന്ധിച്ച് കൊച്ചി വളരെയധികം സാധ്യതയുള്ള ഒരു മണ്ണാണ്. അപ്പം ആ സാധ്യത ബഹുമാനപ്പെട്ട നമ്മളെ മരിച്ചുപോയ TM അബു സാഹിബ്, TN മുഹമ്മദ് സാഹിബ്, TM മുഹമ്മദ് പോലും ജയിക്കാത്തൊരു മണ്ഡലമാണ് പാർട്ടി ചിഹ്നത്തിൽ. പക്ഷെ അവിടെയാണ് KJ മാക്സി എന്ന വ്യക്തി 2 വട്ടം ജയിച്ചത്. അതാണ് പറഞ്ഞത്. UDF-ന്റെ ഇത് മുതലെടുത്തുകൊണ്ട്, അതായത് അന്ന് ആ സമയത്ത് രണ്ടാം സമയത്ത് ജയിക്കാൻ സാധ്യതയുള്ള പുള്ളി ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക്. അത് കാശാണോ എന്താണോ അതൊന്നല്ല. അല്ല, അങ്ങനെയല്ല. ആദ്യത്തെ ഒരു ഇതില് KJ മാക്സിക്ക് ഒരു ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വരുന്നത്. പക്ഷെ 2ാം തവണ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. അതാണ്, അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടില്ല അത്ര വോട്ടിന് ജയിക്കും. അപ്പൊ അത് പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 5 വർഷത്തിന്റെ പ്രവർത്തന മികവായിരിക്കില്ലേ രണ്ടാമത്തേതില്. 5 വർഷത്തിൽ എന്താണ് പ്രവർത്തനം? കുറെ റോഡുകളും ബസ് സ്റ്റോപ്പുകളും. അതല്ല, ഇവിടെ ഒരു തൊഴിൽ മേഖല ഉണ്ടോ? റോഡുകളും ബസ് സ്റ്റോപ്പുകളും ആളുകൾക്ക് ആവശ്യമുള്ളതല്ലേ? അത് ആവശ്യമുണ്ട്. ഇതിനും മാത്രം എന്തിനാണ് ഈ ബസ് സ്റ്റോപ്പിൽ എന്താണ് പാട്ടും ചാർജ് ചെയ്ത് പാട്ടും കേട്ട് കള്ളും കുടിച്ച് പട്ടികളും ഒക്കെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ ഫിഷറീസ് ഹാർബർ എന്താണ് അതിന്റെ, അതും കൂടിയേ പോയാൽ കൊച്ചിയുടെ അവസ്ഥ വളരെ മോശമാണ്. കൊച്ചി ഫിഷറീസ് ഹാർബർ കേന്ദ്രത്തിന്റെ കീഴിലാണ്. എന്തായിട്ട് അതും കൂടിയേ പോയാൽ കൊച്ചിയുടെ അവസ്ഥ വളരെ മോശമാണ്. എന്താണ് ഇവിടെ ടൂറിസ്റ്റ്. അതിനുവേണ്ടി അവരവിടെ ഇപ്പൊ MLA കീഴിലായാലും ഇപ്പൊ ഒരു സംയുക്ത സമിതിയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന സംയുക്ത സമിതിയുണ്ട്. അവരുടെയൊക്കെ കീഴിലാണ് കൊച്ചിൻ ഫിഷറീസ് ഹാർബറിന്റെ മേൽനോട്ട് നടന്നു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഓക്കെ. എന്തായാലും കൊച്ചിനെ പിടിച്ചു നിർത്തുന്ന ഒരു സ്ഥാപനമാണ് കൊച്ചിൻ ഫിഷറീസ് ഹാർബർ. അതിന് എല്ലാ പാർട്ടിക്കാരും RSPയുടെ നിലപാട് എന്താണ് അതില്? കൊച്ചിൻ ഫിഷറീസ് ഹാർബർ അവിടുന്ന് പോകാൻ പാടില്ല. അത് RSPയുടെ നേരത്തെയുള്ള നിലപാടാണ്. ഫിഷറീസ് വകുപ്പിൽ ഏറ്റവും കൂടുതൽ സംഭാവനകളും ഫിഷറീസ് വകുപ്പ് ഭരിച്ച മന്ത്രിയും കൂടിയാണ് ഞങ്ങളത് ഇടതുപക്ഷ സമയത്ത്. അപ്പം ആ ഒരു സമ്പത്ത് വെച്ചാൽ ആ ഒരു അനുഭവ സമ്പത്ത് വെച്ചിട്ട് എന്താണ് കൊച്ചിൻ ഫിഷറീസ് ഹാർബറിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിവേദനം, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് അവിടെ പറഞ്ഞല്ലോ അതിന്റെ ഒരു അവസ്ഥ. അത് പോവാൻ പാടില്ല. അതിന്റെ നിലപാടുകൾ നല്ല രീതിയിൽ സാധാരണക്കാരൻ പണിയെടുത്ത് അത് പിന്നെ ഉപജീവന മാർഗം കഴിയുന്ന ഒരു സ്ഥലത്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാതെ അത് നേരിട്ട് ഒന്നല്ലെങ്കിൽ കേരള സർക്കാർ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് കേരള സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പൊ അത് മുൻനിർത്തിയാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇത് പല ഇതും പന്നുണ്ട്. എങ്ങനെ ഇത് ഫോർട്ട് ഏറ്റെടുക്കും, കാരണം ഒരുപാട് അവിടെ നിർമ്മാണ പ്രവൃത്തി കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് RSP എന്നൊരു പാർട്ടി നടത്താറുണ്ടോ? ഇല്ല, ഞങ്ങൾ ഇതിനെ കുറിച്ചൊന്നും സമര പരിപാടികൾക്കും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, പിന്തുണ കൊടുക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ തീരദേശ പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇടപെടും. ഞാൻ ആ കമ്മിറ്റിയിലുള്ള, അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് അത് പ്രസക്തി ഇല്ല. അവിടെ നമുക്ക് തൊഴിൽ മേഖലയില്ല. അതിന്റെ പേരിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ അവിടെ പങ്കെടുക്കാറുണ്ട്. എല്ലാ സംയുക്ത ട്രേഡ് യൂണിയത്തിന്റെ ഇത് വരുമ്പോൾ എന്നെ വിളിക്കും UTUCന്റെ ആളായിട്ട്. ഞാൻ ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് UTUCയുടെ. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുക്കും. അപ്പം അതിനു വേണ്ടിയുള്ള പിന്തുണകളെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അത്രയും കാര്യങ്ങളിൽ. അതല്ലാതുള്ള തൊഴിൽ മേഖലയിൽ എന്താണ് RSPയുടെ? ഇല്ല, ഞങ്ങൾക്ക് കൊല്ലത്ത് മാത്രമേ ഉള്ളൂ കശുവണ്ടി, അങ്ങനെ. പിന്നെ തൊഴിൽ മേഖലകളിലും സംബന്ധിക്കുന്ന തൊഴിൽ മേഖലകൾ ഇല്ല, കൂടുതലായിട്ട് ഇല്ല. എറണാകുളത്തൊക്കെ ഉണ്ട്. കൊച്ചിയിൽ UTUCക്ക് വലിയ ഇതില്ല, പ്രസക്തി ഇല്ലാണ്ടല്ല, ഇറങ്ങാണ്ടാണ്. അപ്പൊ ഈ വരുന്നൊരു തെരഞ്ഞെടുപ്പില് RSP മുന്നോട്ട് വയ്ക്കുന്നത് UDF എല്ലാവരും ഒരുമിച്ച് നിന്നാൽ കൊച്ചി UDF കിട്ടും, തിരിച്ചു പിടിക്കാൻ പറ്റും. അത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി പങ്കുവെക്കാനുണ്ടോ? ഞങ്ങളിപ്പോ ഇവിടെ ഈ കൊച്ചിക്കാരനായ KJ മാക്സി എന്ന് പറയുന്ന വ്യക്തി കൊച്ചിക്കാരനാണ്.
കൊച്ചിയുടെ സ്പന്ദനം അറിയുന്ന ഒരാളാണ്. അറിയുന്ന ഒരാളാണ് അദ്ദേഹം. കൗൺസിലർ ആയിട്ടുണ്ട്. അപ്പൊ കൊച്ചിയുടെ കാര്യങ്ങൾ അറിയാവുന്ന ആളായത് കൊണ്ടിട്ടാണ് ജനം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ അത് അംഗീകരിച്ചത്. പക്ഷെ അദ്ദേഹം ഇവിടെ 2 മേഖലയായി തിരിച്ചു കൊണ്ടിട്ടുള്ള ആ ഒരു അതൊക്കെ വെറുതെ ഒരു ആരോപണമില്ല ഞാൻ പറയുന്നത്. കാരണം എന്താ, അദ്ദേഹം കിറ്റ് കൊടുക്കുന്നുണ്ട്, അദ്ദേഹം പിന്നെ ഇപ്പൊ ഇവരെ ആദരിച്ച്. അപ്പം ഞാൻ പറയുന്നത് എല്ലാ മേഖലകളിലും MLA ഇടപെടുന്നുണ്ടെന്നാണ് ഒരു പൊതുവായ ഒരു എനിക്ക് ആ കാഴ്ചപ്പാട്. അതിലിപ്പോ നിങ്ങള് പ്രതിപക്ഷ കണ്ടുകൊണ്ട് കാണുന്നോണ്ടാണെങ്കിലും അത് പിന്നെ നിങ്ങളെ രാഷ്ട്രീയം എന്താണെന്നും എന്റെ രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയത്തെ അതീതമായിട്ട് ഞാൻ പറയുന്നത്. അപ്പം അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പില് 2 സീറ്റ് തദ്ദേശ സ്വയംഭരണത്തില് 2-3 ചോദിക്കും. ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് KJ മാക്സി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് തുടർ ഭരണമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ 5 വർഷം അദ്ദേഹം ഭരിച്ചു, 2ാമത് തുടർന്ന് ഇനിയും ചിലപ്പോൾ തുടർന്ന് അദ്ദേഹം വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പൊ പൊതുവായിട്ട് അഭിപ്രായത്തിൽ എന്ന് ഞാൻ പറഞ്ഞാൽ KP ജബ്ബാർ ഒരു പ്രതികരണം അംഗീകരിക്കൂല, വരില്ല എന്നാണ്. 9 വർഷമായി അദ്ദേഹം ഇവിടെ തുടർ ഭരണം വരുമെന്നാണ്. അതെന്തായാലും UDF ഒറ്റക്കെട്ടാണെങ്കിൽ തുടർ ഒറ്റക്കെട്ടാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി തന്നെ പോകാൻ സാധ്യതയുണ്ട്. UDF ഒറ്റക്കെട്ടാന്ന് പറയുമ്പോ KJ മാക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തുന്ന ജനം വിലയിരുത്തപ്പെടില്ല എന്നുള്ളൊരു ധ്വനി കൂടി അതിലുണ്ട്. KJ മാക്സിന്റെ പ്രവർത്തനം ഇനി വന്ന തെരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്തും. ജനം അതനുസരിച്ചിട്ട് വോട്ട് ചെയ്യും. മനസ്സിലായ? അപ്പം കൊച്ചിയിൽ UDF നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ UDF കൊച്ചി തിരിച്ചു പിടിച്ചിരിക്കും. കൊച്ചിക്കാരനായ കുറെ പേര് അവര് തന്നെ കൊച്ചിക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്താൻ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ പഴയ ആൾക്കാരുണ്ടല്ലോ ഇവിടെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നല്ല ഇപ്പോഴും ഇപ്പൊ കൗൺസിലർ ആയിരിക്കും നമ്മളെ 9ാം ഡിവിഷനിലെ ബാസ്റ്റീൻ ബാബു, 10ാം ഡിവിഷൻ ചെറുപ്പക്കാരനാണ്. കൊച്ചിക്കാരനായ ഇവർക്കൊക്കെ നിങ്ങൾ UDF കൊടുക്കുന്നതാണോ, അവസരം കൊടുക്കുന്നതാണോ? കോൺഗ്രസ് ആണ് അത് കൊടുക്കേണ്ടത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. മുന്നണിയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. അത് മുന്നണിയിൽ പിന്നെ അടുത്ത UDF മീറ്റിംഗിൽ ഞങ്ങൾ അത് സംസാരിക്കും. അത് ആ സമയമാകുമ്പോൾ മാത്രമാണ് അത്. പിന്നെ ജില്ലാ UDF കമ്മിറ്റി വിളിക്കുമ്പോ അത് ഞങ്ങള് ഒരു ഘട്ടത്തില് ഗ്രൂപ്പ് അതിപ്രസരം കൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്കോ നിലപാടുകൾക്കോ ഒരു വില തരാത്ത ഒരു മുന്നണി എന്നുള്ള രീതിയിൽ UDF എന്നത് കോൺഗ്രസ് എന്നുള്ളത് ഒരു മെയിൻ മുന്നണിയാണ്, അല്ലെ? മെയിൻ പാർട്ടിയാണ് UDF മുന്നണിയിൽ. അവിടെ അതിനൊരു സ്പേസ് ഇല്ല എന്ന് കരുതി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടാൽ അവര് അത് സമ്മതിക്കും. ഇന്നത്തെ സാഹചര്യം, ഞാൻ ഒരു മുന്നണിന്റെ ആളാണ്. UDF മുന്നണിയിൽ RSPയുടെ ഒരു നേതാവാണ്. അവര് കാണുന്ന ചിലപ്പോ പഴയ കോൺഗ്രസ്സുകാരൻ ജബ്ബാർ, അതൊന്നും വില പോകുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ മുന്നണിയിൽ ഞങ്ങൾ പറയും, ഞങ്ങളത്. അപ്പോ ശക്തമായ ഒരു നിലപാട് മുന്നണിയുടെ മുമ്പിൽ വെക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം KP ജബ്ബാറിനുണ്ട്. അത് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Sevens Golden Diamonds, Ermalur, Vadadala.